رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. عن عبد الله بن مغفل رضي الله عنه عن النبي صلى الله عليه وسلم أنه نهى عن الترجل إلا غبا رواه أبو داود. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു നഹ അൻ തറജുലി ഇല്ലാ ഗിബ്ബ. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലല്ലാതെ മുടി ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ് ഹദീസ്. ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത് ഉദ്ധരിച്ചിട്ടുള്ളത് അബൂദാവൂദ്, അതുപോലെ മറ്റ് സുനനുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാമുദ്ദുനിയ മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് ഈ ഹദീസ് സഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഹദീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇനിയും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹദീസിന്റെ ആശയം നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി തറജുലി ഇല്ലാ ഗിബ്ബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളില്ലാതെ മുടി ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ മുടി ചെയ്യാൻ പറ്റുക എല്ലാ ദിവസവും മുടി ചെയ്യുകയും മുടി വാർന്നു വെച്ച ആ അവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ ഓരോ സമയവും മുടി വാരുക എന്നുള്ളത്, അതിൽ മുഴുകിയിരിക്കുക എന്നുള്ളത്, എപ്പോഴും പോക്കറ്റിൽ ഒരു ചെറുപ്പുമായിട്ട് നടക്കുക എന്നുള്ളത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതിന്റെ ആശയം കാരണം എന്താണ്? നമ്മുടെ ശറഅ് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവുമായിട്ട് മനസ്സ് ബന്ധപ്പെട്ട് കിടക്കാനാണ് നമ്മുടെ ശറഅ് എന്ത് ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നത്. അതിന് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളെയും, മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും ഈ ശറഅ് എന്ത് ചെയ്തിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും അള്ളാഹുവെ സംബന്ധിച്ചുള്ള ചിന്തകളിൽ നിന്നും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവോടുള്ള സ്നേഹത്തിൽ നിന്നും തെറ്റിച്ചു കളയുന്ന എല്ലാ കാര്യങ്ങളും അത് നിഷിദ്ധമാണ്. ഇനി ദീനിയായിട്ട് എന്തൊക്കെ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമസ്കാരം ശറഅാക്കിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ അർത്ഥത്തിൽ ധാരാളം വിഷയങ്ങൾ ഇതേ നമത്തിൽ തന്നെ വരുന്നുണ്ട്. ധാരാളം വിഷയങ്ങൾ. അത് വിധിയുടെ കാര്യം, ബെഡ്ഷീറ്റിന്റെ കാര്യമാണെങ്കിൽ റസൂലുള്ളാഹി 3-ൽ കൂടുതൽ ബെഡ്ഷീറ്റ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 തനിക്കും 2 ഭാര്യക്കും, 3-മത്തേത് അതിഥിക്കുമാണ്, 4-മത് ശൈത്താനാണ്. അതുപോലെ എല്ലാ വിഷയത്തിലും വന്നിട്ടുണ്ട്. ഇതെല്ലാം ചുരുക്കം ഹൃദയം അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള എല്ലാ കാര്യവും വിലക്കപ്പെട്ടതാണ്. ഹൃദയം അള്ളാഹുവുമായിട്ട് ഇണങ്ങുന്ന എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന എല്ലാ കാര്യവും അത് ശറഅ് പ്രോത്സാഹിപ്പിച്ചതാണ്, അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഹദീസ് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഹദീസിന് വിരുദ്ധമല്ല. കാരണം അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ഭംഗിയാകണം, അത് ശറഅ് എന്ത് ചെയ്യുന്നതാണ്, നമ്മോട് പറയുന്നതാണ്. പക്ഷേ അതുമായി നമ്മൾ ഹൃദയം എന്ത് ചെയ്യാൻ പാടില്ല, അതുമായി പൂർണ്ണ അർത്ഥത്തിൽ ബന്ധപ്പെടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ലഘുവിലാകുന്ന തരത്തിൽ ഭംഗിയുടെ കാര്യത്തിൽ, ഡ്രസ്സിങ്ങിന്റെ കാര്യമാണെങ്കിലും മുടി വാരുന്ന കാര്യമാണെങ്കിലും
കുളിക്കുന്ന കാര്യമാണെങ്കിലും എല്ലാ കാര്യവും എന്താണ്, അതിൽ മുഴുകാൻ പാടില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിൽ വലിയ വിഷയങ്ങൾ കച്ചവടമാണെങ്കിലും, അതിൽ വലിയ എന്താണ് സ്ത്രീകളുമായി ബന്ധമാണെങ്കിലും, അതുപോലെ പുരുഷന്മാർ പരസ്പരമുള്ള ബന്ധങ്ങളാണെങ്കിലും, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും, എല്ലാ വിഷയങ്ങളും എന്താണ് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതാണെങ്കിൽ അത് പാടില്ലാത്തതാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ചുരുക്കം. ഈ ഹദീസിൽ ചില ആളുകൾ അവർക്ക് ബുദ്ധിക്ക് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഹദീസ് നിഷേധികളായ ആളുകൾ ഈ ഹദീസ് നിഷേധിച്ചിരുന്നു. കാരണം ഷെയ്ഖ് മുഖ്ബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവർക്ക് ഒരു ഹദീസ് തള്ളുക എന്നുള്ളത് എന്താണ്, അയിമ്മത്ത് നഖാദുകളായ അയിമ്മത്തിനൊരു രീതിയുണ്ട്. ആ രീതിയിലല്ല ഒരു ഹദീസിനെ അവർ സമീപിക്കുന്നത്. മറിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടോ ആ ഹദീസ് എന്താണ് മൗദൂ ആണെങ്കിലും, അങ്ങനെ ഒരു ഹദീസ് ഇല്ലെങ്കിലും, ഇസ്രായേലിയായ റിവായത്തിൽ വന്നതാണെങ്കിലും അവരത് ഏറ്റുപറയുകയും അവരത് എല്ലാ പ്രസംഗങ്ങളും ഉദ്ധരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ഹദീസ് അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അത് മുതവാത്തിറാണെങ്കിലും ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണെങ്കിലും ഒന്നും അവർക്ക് പ്രശ്നമല്ല, അവർ തള്ളിക്കളയും. അപ്പോ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ സാന്ദർഭികമായിട്ട് മറ്റൊരു വിഷയം സൂചിപ്പിക്കാം. അഥവാ ഇമാം അൽബാനി റഹിമഹുള്ളയെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ആരോപണമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ എന്ത് ചെയ്യുന്നത് ദുർബലമാക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ ആരോപണത്തിന് മറുപടി എന്താണ്, അതെ ചില ഹദീസുകൾ അദ്ദേഹം ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം മാത്രമല്ല, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥം എഴുതിയപ്പോ ഒരുപാട് ആ കാലത്ത് ജീവിച്ച ഏറ്റവും വലിയ പണ്ഡിതന്മാർ അഹ്മദ് ഇബ്നു ഹംബലിനോട് ഈ ഗ്രന്ഥം പോയി കാണിച്ചിട്ടുണ്ട്. അതുപോലെ അലിയും മദീനി അഹ്മദുമായ വലിയ അയിമത്തിനെ പോയി കാണിച്ചിട്ടുണ്ട്. അവര് ഇമാം അഹ്മദ് 3 ഹദീസ് ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്ത് അംഗീകരിച്ചു. 3 ഹദീസ് എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. കാരണം എന്താണ്, അതുപോലെ ഇമാം ദാറഖുത്നി അദ്ദേഹം എന്താണ് അൽ ഇൽസാമാത്ത് വത്തതബ്ബു എന്ന ഗ്രന്ഥം എഴുതി. ബുഖാരിയിലും മുസ്ലിമിലും ഒരുപാട് സനദുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ സംബന്ധിച്ച് നിരൂപണം നടത്തുകയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ചില ഹദീസുകൾ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഹാക്കിം അദ്ദേഹത്തിന് മുസ്തദ്രക്കിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അയിമത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഇബ്നു തൈമിയ ചില ഹദീസുകൾ ഷാദാക്കിയിട്ടുണ്ട്. അതുപോലെ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു സലാഹ് ഷഹ്റസൂരി ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അജ്മഅ അൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ഏകോപിച്ചിട്ടുണ്ട് അലാ സിഹ്ഹതി ഹാദൈനിൽ കിതാബൈൻ, ഈ 2 കിതാബുകളുടെയും സിഹ്ഹത്തിന്റെ കാര്യത്തിൽ. ഇല്ല അൽഫാദ് യസീറ, ചില അൽഫാദുകൾ ഒഴികെ. ഇല്ല അൽഫാദ് യസീറ, ചില അൽഫാദുകൾ ഒഴികെ. പക്ഷെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇമാം ദാറഖുത്നി ഒരു ഹദീസിനെ സംബന്ധിച്ച് എന്താണ് നിരൂപണം നടത്തി എതിർക്കുന്നതും ഈ വക ആളുകൾ റഷീദുയെ പോലുള്ള മുഹമ്മദ് അബ്ദുവിനെ പോലുള്ള ദജ്ജാലുകൾ പറയുന്നത് എന്താണ് വ്യത്യാസമുണ്ട്. കാരണം എന്താണ്, ഈ ആളുകൾ അത് ഹദീസിയായിട്ടാണ്. ഹദീസ് പണ്ഡിതന്മാർക്ക് ഒരു നിദാന ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഹദീസിനെ സമീപിക്കുന്നത്. അതല്ലാതെ സ്വന്തം ഹവക്ക് യോജിക്കുന്നോ ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിലല്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഒരു ആലിം ഹദീസിന് എന്ത് ചെയ്യാണ്, പഠനം നടത്തണം. അവർക്ക് യോഗ്യത വേണം. ഒന്നെന്താകണം, പഠനം നടത്താനുള്ള യോഗ്യത വേണം. രണ്ടാമത്തത് അവരുടെ മൻഹജിൽ, അഹ്ലുൽ ഹദീസിന്റെ മൻഹജിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിരൂപണം നടത്താൻ നഖ്ല് ചെയ്യണം. മൂന്നാമത്തത് ഈ 2 കിതാബുകളുടെയും ആ മഹത്വം അത് കളയാൻ പാടില്ല. ആളുകളുടെ മനസ്സിലുണ്ട് ഈ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഒരിക്കലും കളയാൻ പാടില്ല. മാത്രമല്ല അവർ അയിമത്ത് വിമർശിച്ച ഹദീസുകൾ നോക്കുകയാണെങ്കിൽ ഒരു ഹദീസ് മുഴുവനായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ദുർബലമാക്കിയിട്ടുണ്ടാവില്ല. അധികവും അതിലെ ചില പദങ്ങൾ, പ്രത്യേക ചില പദങ്ങളായിരിക്കും എന്തുണ്ടാവുക, വിമർശിച്ചിട്ടുണ്ടാവുക. അപ്പോ അത് തമ്മിൽ എന്തുണ്ട്, വളരെ വലിയ വൈരുദ്ധ്യമുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് ഓക്കെ
ഈ ഹദീസ് നിഷേധികൾ പറയും ഇമാം ദാറഖുത്നി ദഈഫാക്കിയിട്ടില്ലേ, ഇമാം അൽബാനി പറഞ്ഞിട്ടില്ലേ, ഇന്നാള് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അവർക്കതിനുള്ള യോഗ്യത ഉണ്ട്. അവര് നടത്തിയ രീതി വേറെയാണ്. അവര് നടത്തിയത് എന്താണ്? പേർത്തും എന്താണ്? ഹദീസിയായ രീതിയിലാണ് നടത്തിയത്. ഇനി അതിൽ തന്നെ ദാർഖുത്നി പറഞ്ഞത് വളരെ അപൂർവമായിട്ടുള്ളത് ശരിയായിട്ടുള്ളൂ. അതില് കൂടുതലും സത്യമാരുടെ ഭാഗത്താണ്, ബുഖാരിയുടെ ഭാഗത്താണ്. അതുപോലെ തന്നെ മറ്റാര് നിരൂപണം നടത്തിയതാണെങ്കിലും അതിലൊക്കെ കൂടുതലും ശരിയാരുടെ ഭാഗത്തായിരിക്കും, ബുഖാരിയുടെ ഭാഗത്തായിരിക്കും. ഉലമാക്കളുടെ വിഷയം എന്താണ്? ബുഖാരി ആണെങ്കിലും ആരാണെങ്കിലും എന്താണ്? കുല്ലു യുസീബു യുഖ്തി, എല്ലാവർക്കും ശരിയും തെറ്റും വരും. പക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ ആര് വേണം? വലിയ ഉലമാക്കൾക്ക് അത് സാധിക്കുകയുള്ളൂ. ശരി, അത്രയാണ് ഹദീസിന്റെ സംബന്ധിച്ച്. عن عبد الله بن مغفل رضي الله عنه عن النبي صلى الله عليه وسلم أنه نهى عن الترجل